പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം. അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാവും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പീൻ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്തു വരട്ടെ, അവർ അടുത്തു വരരുത്, ജനം അവനോടുകൂടെ കയറി വരികയും അരുതെന്ന് കൽപ്പിച്ചു. എന്നാറേ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അധികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്തൊരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തോണം 12 തൂണും പണിതു. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു, യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകമെടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ചു നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അനന്തരം മോശയും അഹരോനും നാദാവും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറുവെന്ന് ഇവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ. അഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. ഒരു മേഘം പർവ്വതത്തെ മൂടി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിന് മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിൻ്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. മോശ 40 പകലും 40 രാവും പർവ്വതത്തിലായിരുന്നു.